HIV ആൻഡ് എയ്ഡ്സ് ഇൻ പ്രഗ്നൻസി മീൻസ് ഒരു പ്രഗ്നൻസിയിൽ HIV എയ്ഡ്സ് ഒക്കെയുള്ള ഏതെങ്കിലും ഒരു ആൻറ്റിനേറ്റൽ ലേഡി വന്നിട്ടുണ്ടെങ്കിൽ അതിന് എങ്ങനെയാണ് പ്രഗ്നൻസി ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യുന്നത്, അതിനൊക്കെ കൊടുക്കേണ്ട മെഡിക്കേഷൻ എന്താണ്, എന്തെല്ലാം കെയറുകളാണ്, ഇതെല്ലാം നമുക്ക് ഈ ക്ലാസ്സിൽ കാണാം. അപ്പോൾ HIV നമുക്ക് അതിൻ്റെ ഏജൻറ്റ് ഏതാണെന്നറിയാം. HIV ആണ് എയ്ഡ്സിൻ്റെ കോസേറ്റീവ് ഏജൻറ്റ്. അതായത് HIV മീൻസ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് എയ്ഡ്സ്, അക്യൂർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. HIV ആണ് എയ്ഡ്സ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും പണ്ട് വന്നിട്ട് അറിയാവുന്നതാണ്. നമ്മുടെ മെയിൻ ടോപ്പിക്ക് പ്രഗ്നൻസിയിൽ ഇതെങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, എന്താണ് മാനേജ്മെൻറ്റ് എന്നുള്ളതാണ്. ഒരു പേഷ്യൻറ്റിന് ഒരു ലേഡിക്ക് HIV പോസിറ്റീവാണ്, പക്ഷേ അത് ഇതുവരെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ലെങ്കിലും അതിൻ്റെ മാക്സിമം അതിൻ്റെ റിവീലാകുന്ന പ്രഗ്നൻസി ടൈമിലാണ്. കാരണം പ്രഗ്നൻസിയിൽ ഇമ്മ്യൂണിറ്റി സപ്രസ്ഡ് ആയതുകൊണ്ട് പല ഹിഡൻ ആയിട്ടുള്ള ഡിസീസും റിവീലാകുന്നത് എപ്പോഴാണ്? ഈ പ്രഗ്നൻസിയിലാണ്. അപ്പം നമുക്ക് പല ഡയഗ്നോസ് ചെയ്യുന്നതൊക്കെ പ്രഗ്നൻസിയിലാണ്. അപ്പം ഇത് പ്രഗ്നൻസിയിൽ ഡയഗ്നോസ് ചെയ്തു, ഓക്കെ, അതിന് ബേബിക്ക് കിട്ടാനുള്ള ചാൻസ് ട്രീറ്റഡ് അല്ലെങ്കിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ട്രീറ്റഡ് ആണെങ്കിൽ അതിൻ്റെ ചാൻസ് വളരെ കുറവാണ്. ഇത് ആൻറ്റിനേറ്റലിലും തന്നെ പ്രിവെൻറ്റ് ചെയ്യണം. അതിന് സേഫ് ആയിട്ടുള്ള സെക്ഷൽ പ്രാക്ടീസ്, പിന്നെ IV ഡ്രഗ്സ് ഒക്കെ കെയർഫുള്ളായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ആൻറ്റിനേറ്റലിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു പ്രഗ്നൻറ്റ് ലേഡിയുടെ മാനേജ്മെൻറ്റ് മാത്രം ഇതിൻ്റെ അകത്ത് നോക്കാം. ഇതിൻ്റെ അകത്ത് HIV പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പേഷ്യൻറ്റിന് ഹാർട്ട്, അതായത് 3 കോമ്പിനേഷൻ ഓഫ് ഡ്രഗ് HAART ഹാർട്ട് സ്റ്റാർട്ട് ചെയ്യണം. 3 കോമ്പിനേഷൻ്റെ അകത്ത് വരുന്നത്, ഇതൊരു ഹാർട്ട് മീൻസ് ഹൈലി ആക്റ്റീവ് ആൻറ്റി റെട്രോവൈറൽ തെറാപ്പി. സ്റ്റാർട്ട് ചെയ്യണം. ഇതൊരു 3 ഡ്രഗ് കോമ്പിനേഷനാണ്. ഇതാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഇതൊരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള, അതിനെക്കുറിച്ച് വളരെ ഒക്കെ അറിയാവുന്ന ഒരാളാണ് ഇത് അണ്ടർ കൺട്രോളിൽ മീൻസ് ഒബ്സർവേഷനിലാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഇതെന്തിനാണ് കൊടുക്കുന്നത്? ടു റെഡ്യൂസ് ദ MTCT, അതായത് മെറ്റേണൽ ടു ചൈൽഡ് ട്രാൻസ്മിഷൻ, അതായത് ബെർത്തിങ് പാരൻറ്റ് ടു ചൈൽഡ് ട്രാൻസ്മിഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാർട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെ അകത്ത് ഏറ്റവും റെക്കമെൻഡഡ് മെഡിസിൻ സ്യൂഡോവിഡിനാണ് ഫോർ ദ പ്രിവെൻഷൻ ഓഫ് MTCT. സ്യൂഡോവിഡിനാണ് ഇതിന് മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഡ്രഗ്സ് നമുക്ക് കാണാം. ഇതിൻ്റെ അകത്ത് ഒരു കോമ്പിനേഷൻ ഓഫ് ഡ്രഗ്സാണ്. നമ്മൾ TB റെജിം കണ്ടേക്കുന്നത് പോലെ ഇതിനും ആൻറ്റി ട്യൂബർക്കുലോസിസ് ഡ്രഗ്, അതാണ് ഉദ്ദേശിച്ചത്. അതുപോലെ ഈ HIV-ക്കും ഒരു പാറ്റേൺ ഉണ്ട്, അതിനൊരു റെജിമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെഡിസിൻസ് വരുന്നത് എപ്പോഴും 2-NRTA എന്ന് പറഞ്ഞാൽ 2 ന്യൂക്ലിയോസൈഡ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ഇൻഹിബിറ്റർ, അതാണ് അതിൻ്റെ അതും 2 എണ്ണം, പിന്നെ നോൺ ന്യൂക്ലിയർ, പിന്നെ പ്രോട്ടീലീസ് ഇൻഹിബിറ്റർ. അങ്ങനെ അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ പേരെങ്കിലും ഇതിൻ്റെ അകത്തുനിന്ന് അറിഞ്ഞിരിക്കണം. ഫസ്റ്റത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് 3 ഡ്രഗ് കോമ്പിനേഷനാണെന്ന് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് സ്യൂഡോവിഡിൻ, ലാമിവിഡിൻ പ്ലസ് ആൻഡ് എഫെവേറൻസ്, ഇതാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പം ഇത് ഫസ്റ്റായിട്ട് നമ്മൾ ചോയ്സ് കൊടുക്കുന്നതാണ്. സെക്കൻഡ് ചോയ്സാണ് സ്യൂഡോവിഡിൻ, ലാമിവിഡിൻ ആൻഡ് ലോപ്പിനാവർ. ഇങ്ങനെ 3 എണ്ണം, അറ്റ്ലീസ്റ്റ് ഈ 2 എണ്ണം നമ്മൾ നോക്കിയിരുന്നാൽ മതി. ഇതാണ് ഹാർട്ട് മെഡിക്കേഷൻ, HAART ഹാർട്ട് മെഡിക്കേഷന് കൊടുക്കേണ്ട ഡ്രഗ് ഓഫ് ചോയ്സ്. ഇത് 3 എണ്ണം കോമ്പിനേഷനായിട്ടാണ് കൊടുക്കേണ്ടത്. ഇതിന് ഏത് രീതിയിലാണ് കൊടുക്കേണ്ടത് എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ആൻറ്റിപാർട്ടം കൊടുക്കുന്നത് ഓറലിയാണ് കൊടുക്കേണ്ടത്. ഓറലി എപ്പോഴാണ് കൊടുക്കേണ്ടത്? ആഫ്റ്റർ 12 വീക്സ് ഓഫ് ജസ്റ്റേഷൻ ആണ് കൊടുക്കേണ്ടത്. ആൻറ്റിപാർട്ടം 12 വീക്സ് ഓഫ് ജസ്റ്റേഷനിൽ കൊടുക്കണം. അതിന് എന്താണ് ഇതിൻ്റെ ഫങ്ഷൻ? ആൻറ്റിപാർട്ടം മീൻസ് നമ്മൾ ആൻറ്റിനേറ്റലിൽ 12 വീക്സിൽ കൊടുക്കും. അത് ആഫ്റ്റർ 12 വീക്സിൽ കൊടുക്കും. അതായത് ദ ബേസിക് ആയിട്ടുള്ള ഓർഗനൊക്കെ ഒന്ന് ഫോം ചെയ്തതിന് ശേഷമാണ്. എന്തിനാ? ടു റെഡ്യൂസ് ദ വൈറൽ ഓവർലോഡ്, വൈറസിൻ്റെ ലോഡ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വെച്ചാൽ ഒത്തിരി നമ്മുടെ റിസൾട്ടിൻ്റെ അതനുസരിച്ച് അതിൻ്റെ ലോഡ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ്, ഓറലിയാണ് കൊടുക്കുന്നത്. അടുത്തത് ഇൻട്രാപാർട്ടം, അതായത് ഡ്യൂറിങ് ലേബർ എന്താണ് ചെയ്യുന്നത്? ഡ്യൂറിങ് ലേബറിൽ എന്താണ് ചെയ്യുന്നത്? സ്യൂഡോവിഡിനാണ് ഇതിന് കൊടുക്കേണ്ട ഡ്രഗ് ഓഫ് ചോയ്സ്. അത് 1 hour ബിഫോർ നോർമൽ ഡെലിവറി.
വജൈന ഡെലിവറിക്ക് 1 hour ബിഫോർ കൊടുക്കണം. സിസേറിയൻ സെക്ഷൻ ആണെങ്കിൽ 2 hours ബിഫോർ ദ സിസേറിയൻ സെക്ഷൻ 3 hours ബിഫോർ ദ സിസേറിയൻ സെക്ഷനായിട്ട് കൊടുക്കണം. അപ്പം നോർമൽ ഡെലിവറിക്ക് 1 hour, സിസേറിയൻ സെക്ഷന് 3 hours. എപ്പോഴാണ് കൊടുക്കേണ്ടത്? ഇതിൻ്റെ റിസൾട്ട് HIV RNAയുടെ റിസൾട്ട് 400 copies per ml കൂടുതലാണെങ്കിൽ 400 copies per ml അതിൽ കൂടുതലോ ആണെങ്കിൽ IV കൊടുക്കണം. ഈ പറഞ്ഞ പോലെ 1 മണിക്കൂർ 3 മണിക്കൂർ മുമ്പാണ് കൊടുക്കേണ്ടത്. ഇനി HIV RNAയുടെ റിസൾട്ട് 400 താഴെ 400 copies per ml താഴെയാണെങ്കിൽ റെക്കമെൻഡഡ് അല്ല, കൊടുക്കണം എന്നില്ല. ഇൻസ്റ്റിറ്റ്യൂഷൻ പോളിസി അനുസരിച്ച് അത് അവർക്ക് ഡിസൈഡ് ചെയ്യാം. അതിനൊരു സ്റ്റാൻഡേർഡിൻ്റെ അകത്ത് അത് ഇൻസ്റ്റിറ്റ്യൂഷൻ പോളിസിയാണ്. പിന്നെ വജൈനൽ ഡെലിവറി അക്സെപ്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ HIV RNAയുടെ റിസൾട്ട് 1000 copies per ml, അതായത് 1000 ആണ്. അതിൽ താഴെയാണെങ്കിൽ വജൈനൽ ഡെലിവറി അപ്രീഷിയേറ്റ് ചെയ്യാം, ഇനീഷ്യേറ്റ് ചെയ്യാം. ഇതൊരു പോസിബിലിറ്റി ചെയ്യാമെന്നാണ്. പിന്നെ അതിൽ കൂടുതലാണെങ്കിൽ സിസേറിയൻ സെക്ഷനാണ്. അപ്പോൾ നമ്മൾ 3 പഠിച്ച് 400 താഴെയാണെങ്കിൽ നമ്മൾ സിഡോവിഡിൻ അതായത് കൊടുക്കേണ്ട. 400 കൂടുതലാണെങ്കിൽ നമ്മൾ കൊടുക്കണം. 1000 താഴെയാണെങ്കിൽ വജൈനൽ ഡെലിവറി അക്സെപ്റ്റഡ് ആണ്, അല്ലെങ്കിൽ സിസേറിയൻ സെക്ഷനാണ് മാൻഡേറ്ററി, അത് തന്നെ ചെയ്യണം. ഇനി പോസ്റ്റ്മോർട്ടം പീരീഡിൽ എന്താണ് ചെയ്യുന്നത്? ബേബിക്കാണ് കൊടുക്കേണ്ടത്. അത് സിറപ്പ് ഫോമിലാണ് കൊടുക്കേണ്ടത്. 2 hours ആഫ്റ്റർ ദ ബർത്ത് ആണ് കൊടുക്കേണ്ടത്. അങ്ങനെ 12 hourly, അതായത് BD ഡോസ് 12 hourly 6 ആഴ്ച 6 വീക്സിലേക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കണം. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ആദ്യത്തെ ഒരു ദിവസം മാത്രമാണ് NICUവിൻ്റെ അഡ്മിഷൻ ആവശ്യമുള്ളൂ. കാരണം പേഷ്യൻ്റ് ബേബിയുടെ ഇൻവെസ്റ്റിഗേഷനൊക്കെ ചെയ്യണം, ഫസ്റ്റ് മെഡിക്കേഷൻ ഇനീഷ്യേറ്റ് ചെയ്യണം, അതിന് വേണ്ടി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് അറിയേണ്ടത്. ഇപ്പോൾ എൻ്റെ ട്രാൻസ്മിഷനൊക്കെ നമുക്കറിയാം. ബേബിക്ക് കിട്ടുന്നത് വജൈനൽ സെക്രീഷനൊക്കെ, എസ്പെഷ്യലി നോർമൽ ഡെലിവറിയിൽ സെക്രീഷനിലൂടെ വരും. പിന്നെ ബ്രസ്റ്റ് ഫീഡിങ്ങിലൂടെ HIV പോസിറ്റീവ് ആണെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. പിന്നെ കുറച്ച് ഐസൊലേഷൻ ടെക്നിക്കൊക്കെ, അമ്മ റിവേഴ്സ് ഐസൊലേഷനിലായിരിക്കണം, പ്രൊട്ടക്റ്റീവ് ഐസൊലേഷനിൽ. കാരണം അമ്മയ്ക്ക് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആണ്. അപ്പോൾ അമ്മയ്ക്ക് ഇൻഫെക്ഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതിനെ പ്രൊട്ടക്റ്റീവ് ഐസൊലേഷനിലാണ് വെക്കുന്നത്. മദറിന് ഫീഡ് കൊടുക്കാൻ പറ്റത്തില്ല. ചിലയിടത്തൊക്കെ റൂമിങ് ആൻഡ് അക്സെപ്റ്റബിൾ ആണ്, പക്ഷേ അതല്ലാതെ ചെയ്യുന്ന സ്ഥലങ്ങളും ഉണ്ട്. പക്ഷേ മദറിനും ബേബിനെ ടേക്ക് കെയർ ചെയ്യാം, പക്ഷേ മിൽക്ക് കൊടുക്കാൻ സാധിക്കില്ല. അത്രയും കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊന്ന് ഓർത്തിരുന്നാൽ മതി. ഇനി അടുത്തത് നോർമൽ ഡെലിവറിക്ക് എപ്പിസിയോട്ടമി ഉപയോഗിക്കാതിരിക്കുക. കാരണം അത് ബ്ലീഡിങ് ചാൻസാണ്. തിക്കായിട്ടുള്ള അണ്ടർപാഡ് ഇടുക, കാരണം കംപ്ലീറ്റ് അബ്സോർബ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് എന്താണ്? ഓക്സിറ്റോസിൻ കൊടുക്കുന്നത് അവോയ്ഡ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്സിറ്റോസിൻ എന്ന് പറയുമ്പോൾ സിവിയർ കൺട്രാക്ഷൻ ഉണ്ടാകും. അപ്പോൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഒന്നുകിൽ വജൈന ടയർ ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ എപ്പിസിയോട്ടമി ഇടേണ്ടി വരും. അതുകൊണ്ട് ഓക്സിറ്റോക്സിൻ HIV പേഷ്യൻറ്റിന് കൊടുക്കാറില്ല, അവോയ്ഡ് ചെയ്യണം. വി ഹാവ് ടു അവോയ്ഡ് ഓക്സിറ്റോക്സിൻ. ഇനി ഇതിൻ്റെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് എലീസ ടെസ്റ്റാണ്. അത് ഫസ്റ്റ് എങ്ങനെയാണ്? ഇതിനൊരു രീതിയുണ്ട്. എലീസ ടെസ്റ്റ് ചെയ്യുക. അത് പോസിറ്റീവ് ആണെങ്കിൽ കൺഫർമേറ്ററി ടെസ്റ്റ് വെസ്റ്റേൺ ബ്ലോട്ടും ഇമ്മ്യൂണോ ഫ്ലൂറസെൻസ് അസേ, അതായത് IFA ഇമ്മ്യൂണോ ഫ്ലൂറസെൻസ് അസേ, അതും ചെയ്യാറുണ്ട്. ഇത് 2 കൺഫർമേറ്ററി ടെസ്റ്റാണ്. ഇതിൻ്റെ അകത്ത് അറിയേണ്ടത്, എലീസ ടെസ്റ്റ് പോസിറ്റീവാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ആ സെയിം ബ്ലഡ് സാമ്പിളിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു പോസിറ്റീവാണെങ്കിൽ വേറൊരു ബ്ലഡ് സാമ്പിളിലും ചെയ്യാവുന്നതാണ്. അതും പോസിറ്റീവാണെങ്കിൽ കൺഫർമേറ്ററി ടെസ്റ്റിലേക്ക് മൂവ് ചെയ്യുക. അത് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റും ഇമ്മ്യൂണോ ഫ്ലൂറസെൻസ് അസേ IFA ഈ ടെസ്റ്റുമാണ് ചെയ്യേണ്ടത്. പക്ഷേ ഈ കൺഫർമേറ്ററി ടെസ്റ്റ് നെഗറ്റീവാണ്. ഈ 2 ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം നെഗറ്റീവാണ് എന്നല്ല. എല്ലാ 3 മാസത്തിലും 6 മാസത്തിലും റിപ്പീറ്റ് ചെയ്യണം. 3 to 6 months ഇത് റിപ്പീറ്റ് ചെയ്യണം, പോസിറ്റീവ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ടത്. പിന്നെ അതിൻ്റെ പ്രീനേറ്റൽ പീരീഡിലൊക്കെ നമ്മൾ പറഞ്ഞു ഇൻഫെക്ഷൻ വരാതെ നോക്കാൻ. പിന്നെ ഡ്യൂറിങ് ലേബർ പറഞ്ഞു എപ്പിസോഡമി പാടില്ല, ഓക്സിറ്റോക്സിൻ പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അപ്പം ഈ HIV ആൻഡ് AIDS ഇങ്ങനെയുള്ള പേഷ്യൻസിൻ്റെ കെയർ ചെയ്യുന്നതിൻ്റെ കംപ്ലീറ്റ് ഗൈഡ് ലൈൻ ഓൾമോസ്റ്റ് ഇങ്ങനെയാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ് അനുസരിച്ച് അധികം മാറ്റങ്ങൾ വരില്ല, കാരണം ഇത് ബേസിക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രിക്കോഷനാണ്. ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ പ്രഗ്നൻസിയിൽ HIV ഉണ്ടെങ്കിൽ മാനേജ് ചെയ്യേണ്ടത്.